പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ കെട്ടിടമൊക്കെ പണിയുന്നവർക്കറിയാം, അതിൻ്റെ പണിക്കാർ അതിനടിസ്ഥാനമിടുന്ന കല്ലുകൾ, അതുപോലെ ആ കെട്ടിടം പണിയുവാൻ ഉപയോഗിക്കുന്ന കല്ലുകളൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുക്കുന്നത്. ബിക്കോസ് ആ കല്ലുകൾക്കൊക്കെ ഏറെ പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഷേപ്പും അതിൻ്റെ സൈസും എല്ലാം വളരെ ശ്രദ്ധയോടെ പണിക്കാർ അത് തിരഞ്ഞെടുക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, വലിയ ചില പണികൾക്കാണ് നമ്മളെ ഓരോരുത്തരെയും സ്വർഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യത്യസ്തവും പ്രത്യേകവുമായ ഉദ്ദേശങ്ങൾ, ദൈവിക പദ്ധതികൾ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് കർത്താവിനുണ്ട്. എന്നെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. അതിലുമൊക്കെ എത്രയോ മടങ്ങ് അധികമായി ഉള്ള കാര്യങ്ങൾ ചെയ്യുവാനായിരിക്കാം സ്വർഗം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ആ പണികളിലേക്ക് നമ്മെ നയിക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മളെ കർത്താവ് വ്യക്തിപരമായ ചില പ്രോസസ്സിലൂടെ കടത്തിവിടും. അത് നിശ്ചയമാണ്. ജീവിത അനുഭവങ്ങൾ കൊണ്ടും വചനം പഠിച്ചതിൽ നിന്നുമൊക്കെ എനിക്ക് മനസ്സിലായത്, വ്യക്തിപരമായി കർത്താവ് നമ്മളെ പണിയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പണി എപ്പോഴും അത്ര സുഖമുള്ളതല്ലല്ലോ. അത് വേദനാജനകമായ പ്രോസസ്സാണ്, അല്ലേ? അതെന്ത് പണിയാണെങ്കിലും അതിനകത്തൊരു പെയിനുണ്ട്. നിങ്ങൾ ഈ വചനം വായിച്ചിട്ടുണ്ടോ? 1 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണേ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആലയം പണിക്ക് ഉപയോഗിച്ചിരുന്ന കല്ലുകൾ കുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്തതായിരുന്നു. അങ്ങനെ കുറവ് തീർത്തതായതുകൊണ്ട് ആലയത്തിനകത്ത് പണി നടന്നപ്പം ഇരുമ്പായുധങ്ങളുടെ ഒച്ചയൊന്നും കേട്ടില്ല. കാരണം ആലയത്തിനകത്ത് കൊണ്ടുവന്നല്ല ഇതിനെ വെട്ടിയും ചെത്തിയും ഒക്കെ മിനുക്കിയത്, ഷേപ്പ് വരുത്തിയത്, ഭംഗി വരുത്തിയത്. പകരം ഈ കല്ലിനെ വെട്ടിയെടുത്ത കുഴിയിൽ വെച്ച് തന്നെ അതിൻ്റെ പണി മുഴുവൻ തീർത്തിട്ടാ ആലയത്തിലേക്ക് കൊണ്ടുവന്നേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില പ്രത്യേക കാര്യങ്ങൾക്ക് അടിസ്ഥാനമിടാനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ചില പ്രത്യേക പണികൾക്കായി മേൽക്കുമേൽ ഉയർത്താനായിട്ടാ കർത്താവ് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഗംഭീരമായ ദൈവിക പണി നിങ്ങളാൽ നടക്കണമെങ്കിൽ നിങ്ങളിലെ ചില കുറവുകൾ തീർക്കുവാൻ സ്വർഗം ചില സമയമെടുക്കും. പ്രൈസ് ഗാഡ്. എന്നെ കേൾക്കുന്ന ചില അഭിഷിക്തരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ നടക്കുന്ന ചില പണികളുണ്ട്. ചെത്തി മിനുസപ്പെടുത്തുന്ന പണികൾ, ഷേപ്പ് വരുത്തുന്ന പണികൾ. അത് അല്പം വേദനയാ. പക്ഷേ ഭാരപ്പെടരുത് കേട്ടോ. ഒട്ടും നിരുത്സാഹപ്പെട്ടു പോകരുത്. പകരം നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക. ചില വലിയ പണികൾക്കായിട്ടുള്ള ഒരുക്കങ്ങളാ നിങ്ങളുടെ കുറവുകളെ തീർത്ത് പുറത്തെടുക്കും. ചില വലിയ അടിസ്ഥാനങ്ങൾ നിങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവ് ഇടിയിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, വലിയ ചില പണിക്കായി കർത്താവിൻ്റെ കരത്തിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളൊരു സാധാരണ വ്യക്തിത്വമല്ല. ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വേദന അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കുറവുകളെ തീർക്കുവാൻ സ്വർഗം അനുവദിക്കുന്നതാ. നല്ല ഷേപ്പോടെ, മിനുസത്തോടെ, ഭംഗിയോടെ വിലപ്പെട്ട കല്ലുകളായി നിങ്ങൾ പുറത്തു വരും. നിങ്ങളാൽ ചില ഉന്നതമായ പണികൾ നടക്കും. പ്രൈസ് ഗാഡ്. ഞാനും ആ ആലോചന ഏറ്റെടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് ഇന്ന് സംസാരിച്ച വചനത്തിന് നന്ദി. കുറവുകൾ തീർക്കുന്ന കൈ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. കുറവ് തീർക്കുമ്പോൾ വേദന എടുക്കുന്നുണ്ട്. പക്ഷേ ഹോളി സ്പിരിറ്റ് അപ്പോൾ തന്നെ ആശ്ലേഷിച്ച് ചേർത്ത് പിടിച്ച് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം.
ചില വലിയ പണികളിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നല്ലോ കർത്താവേ. അങ്ങ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. അങ്ങയുടെ രാജ്യത്തിൽ ഏതു തരം പണിയും ചെയ്യപ്പെടാനായി ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളെ ഉപയോഗിച്ചോ. വി ലവ് യു ലോർഡ്. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ് യു.